ഇന്ന് മലബാറിൽ നിന്നുള്ള ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്നത് ഷാഫിയാണ്. അത് കോൺഗ്രസിൻ്റെ ഇൻസൈഡ് പൊളിറ്റിക്സാണ്. ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തരമായ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഷാഫിയുടെ പൊസിഷൻ അങ്ങനെയാണ്. കോൺഗ്രസിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ യുഡിഎഫിനെ സംബന്ധിച്ച് ഷാഫി കേരളത്തിലെവിടെയും മികച്ച ഒരു ക്രൗഡ് പുള്ളറാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ ആൾ എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ആൾക്കൂട്ടം വരുന്നുണ്ടെങ്കിൽ ഷാഫിയെ കാണാൻ വേണ്ടി ആൾക്കൂട്ടം വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഷാഫി ഒരു ന്യൂ ജെൻ പൊളിറ്റീഷ്യനാണ്. ഈ 3 പോയിൻ്റാണ് വളരെ പ്രധാനപ്പെട്ടത്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ന്യൂ ജെൻ പൊളിറ്റീഷ്യൻ ആവുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വോട്ടർമാരിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആളുകൾ യുവാക്കളാണ്. വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക്. ഇപ്പോൾ നമ്മുടെ ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ആളുകളാണ് നമ്മുടെ വോട്ടർമാരിലെ ഏജ് ഗ്രൂപ്പിൽ കൂടുതലുള്ളത്. അവരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ആളാണ് ഷാഫി. ഒരേ സമയം തന്നെ അവരെ സ്വാധീനിക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, ന്യൂ ജെൻ വോട്ടേഴ്സ് എന്ന് പറയുന്ന 18 വയസ്സിനും ഒരു 30 വയസ്സിനിടയിലുള്ള വോട്ടർമാർ, ഈ വോട്ടർമാർക്കിടയിൽ അസാധ്യമായ പെനിട്രേറ്റിംഗ് പവർ ഷാഫിക്കുണ്ട്. ആ പെനിട്രേറ്റിംഗ് പവർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് അവരിലേക്ക് എത്തിച്ചെല്ലേണ്ടത് എന്ന് ഷാഫിക്ക് അറിയാം. അത് റീൽസിലൂടെ മാത്രം സാധ്യമാവുന്നതല്ല. ഇപ്പോൾ റീൽസ് ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇരു മുന്നണികളിലും റീൽസ് ചെയ്യുന്ന ധാരാളം രാഷ്ട്രീയക്കാരുണ്ട്. എന്നല്ല, രാഷ്ട്രീയക്കാർ മിക്കവരും റീൽസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ഷാഫിയുടെ പ്രത്യേകത അതിൻ്റെ ന്യൂവാൻസാണ്. എങ്ങനെയാണ് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുക, ഒരു റീൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ ശകലം ഇഷ്ടപ്പെടുക, എന്ത് തരം ചേഷ്ടകളാണ്, മാനറിസങ്ങളാണ് ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിന് ഇഷ്ടപ്പെടുക, അതിനെ നമ്മൾ എന്തിനും ഒരു ഗഹനമായ രാഷ്ട്രീയ സബ്ജക്റ്റായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതൊരു കൃത്യമായ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയായിട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് ഷാഫി അവരിലേക്ക് എത്തിപ്പെടുന്നത്. ഷാഫി വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ സൈദ്ധാന്തികമായ പ്രസംഗങ്ങളൊന്നും നടത്തുന്നില്ല. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന, ഇമോഷണലി ആളുകൾ ടച്ച് ചെയ്യുന്ന പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ ഷാഫിയുടെ ഏറ്റവും വൈറലായിട്ടുള്ളൊരു പ്രസംഗം വടകരയിൽ ടീച്ചറമ്മ ആരാണ്, വടകരയിലെ ടീച്ചറമ്മ ആരാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗമാണ്. വൻ വൈറലായ ഒരു പ്രസംഗമായിരുന്നു. അപ്പോൾ വടകരയിലെ യഥാർത്ഥ ടീച്ചറമ്മ ടി.പി. ചന്ദ്രശേഖരൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ്. വളരെ സാധാരണക്കാരായ സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ സാധാരണക്കാരെ ടച്ച് ചെയ്യുന്ന ഒരു പ്രസംഗമാണത്. അതിന് കനപ്പെട്ട രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വേറെ തരം രാഷ്ട്രീയമുണ്ട്, സട്ടിലായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് പറയുന്നതിൽ. പക്ഷേ സാധാരണക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ഷാഫി. ഇതാണ് ഷാഫിയെക്കുറിച്ചുള്ളൊരു അനലിസിസ് എന്ന് പറയാവുന്നത്.